പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പല ജില്ലകളിലും പുറത്തിറങ്ങുവാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 17 ഇന്നലെ ശക്തമായിട്ടുള്ള ചൂടിനെ തുടർന്ന് 4 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രത്യേകമായിട്ട് ചൂട് കൂടിയ സാഹചര്യത്തിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത്. അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ കൂടാൻ സാധ്യത ഉള്ളതിനാലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രിയും കോട്ടയം ജില്ലയിൽ 37 ഡിഗ്രിയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ്. സാധാരണയേക്കാൾ 3-4 ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യത, ഈ ഒരു താപനിലയെക്കാളും 3 അല്ലെങ്കിൽ 4 വരെ കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിന് ഏതാനും ദിവസം മുമ്പ് ചൂട് കൂടി വരുന്ന പ്രതിഭാസം തുടരുമെന്നും, അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൂടി ചൂട് കൂടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പുറത്ത് ഇറങ്ങുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ചൂട് പരമാവധി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് ചൂടടിച്ച് നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. കുട്ടികളെ പരമാവധി ശ്രദ്ധിക്കുക. ഈ ഒരു ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പുറത്ത് ഇറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഉയർന്ന ചൂട് കാരണം സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി ഒന്ന് പാലിക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക എന്ന് പറഞ്ഞു. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുന്നത് നല്ലതാണ്. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യതാപം ഏൽക്കുന്ന ഈ ഒരു സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ പരമാവധി ഒഴിവാക്കുക, പകൽ സമയത്ത് ഒഴിവാക്കുക. കൂടാതെ അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുക. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതായത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും ശ്രദ്ധിക്കുക. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർക്ക് പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് 11 മുതൽ 3 മണി വരെ സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുക. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടുകൂടി യാത്ര തുടരുന്നത് നല്ലതാണ്. വെള്ളം കയ്യിൽ കരുതുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കന്നുകാലികളെയൊക്കെ മേയാൻ വിടുന്നതും ഉച്ചസമയത്ത് മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.